ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകളിൽ നാളെ റംസാൻ വ്രതത്തിന് തുടക്കം. ഒരു മാസം നീളുന്ന വ്രതകാലം വിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നാളുകളാണ്. ഇസ്ലാം മത വിശ്വാസികൾ ആഹ്ലാദത്തോടെയാണ് റംസാനെ വരവേറ്റത്. വിശ്വാസികൾക്ക് ഇനി ആത്മശുദ്ധീകരണത്തിന്റെ നാളുകൾ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ മനസ്സിനെയും ശരീരത്തെയും സ്ഫുടം ചെയ്തെടുക്കുന്നു. ആരാധനാ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന റംസാൻ അനുഗ്രഹങ്ങളുടെ മാസം കൂടിയാണ്. വിശുദ്ധ റമദാനിനെ സത്യവിശ്വാസികൾ കാണുന്നത് അവരുടെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ പൊറുക്കുവാനും അവയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസികമായി ശുദ്ധി എല്ലാ അർത്ഥത്തിലും കൈവരിക്കുവാനും കൂടിയാണ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള മാസം. ഇസ്ലാമിക ചരിത്രത്തിലെ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചത് റംസാൻ മാസമാണ്. മാനവരാശിക്കാകെ വെളിച്ചം പകർന്ന ഖുറാന്റെ അവതരണം ഈ മാസത്തിലായിരുന്നു. വിശ്വാസികൾക്ക് സ്രഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരം കൂടിയാണ് റംസാൻ നൽകുന്നത്. ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം നേടാനുള്ള സമയം കൂടിയാണ് ഇത്. വ്രതശുദ്ധിയുടെ നാടുകൾ മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത സന്ദേശം കൂടിയാണ് വിളിച്ചോതുന്നത്. ടി ജമാലുദ്ദീൻ, ദുബായ്. ദുബായ് സാമ്പത്തിക വികസന വകുപ്പിന്റെ 3 സേവന കേന്ദ്രങ്ങളിൽ ഹാപ്പിനെസ് ലോഞ്ചുകൾ തുടങ്ങി. ബിസിനസ് വില്ലേജിലെ VIP ലോഞ്ച്, അൽത്തവാർ സെന്ററിലെ VIP ലോഞ്ച് എന്നിവിടങ്ങളിലാണ് പുതിയ സൗകര്യം. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനവും സംതൃപ്തിയും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. ദുബായ് നിവാസികളുടെ സന്തോഷം ഉറപ്പാക്കുക എന്ന ഭരണകൂടത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഹാപ്പിനെസ് ലോഞ്ചുകൾ തുറന്നിരിക്കുന്നതെന്ന് CD ബിസിനസ് രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിംഗ് വിഭാഗം CEO അറിയിച്ചു. ബിസിനസ് ലൈസൻസിംഗ്, ട്രേഡ് ലൈസൻസ് പുതുക്കൽ, ട്രേഡ് നെയിം റിസർവേഷൻ, ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാകും. വിദേശികളായ എഞ്ചിനീയർമാർക്ക് സൗദിയിൽ ജോലി ചെയ്യുന്നതിന് 3 വർഷം അനുഭവ പരിചയം നിർബന്ധമാണെന്ന് സൗദി എഞ്ചിനീയറിംഗ് കൗൺസിൽ വ്യക്തമാക്കി. കൂടാതെ യോഗ്യതാ പരീക്ഷയും മുഖാമുഖത്തിന് സന്നിഹിതരാവണം. രാജ്യത്തെ വിവിധ പദ്ധതികളുടെ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടിയാണ് വിദേശ എഞ്ചിനീയർമാർക്ക് ഈ നിബന്ധന കൊണ്ടുവന്നത്. പല റിക്രൂട്ടിംഗ് കമ്പനികളും ചില എഞ്ചിനീയറിംഗ് കൗൺസിൽ ഓഫീസുകളും പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയവരും അനുഭവ പരിചയമില്ലാത്തവരുമായ എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഇത് പല പദ്ധതികളുടെയും തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇതേ തുടർന്ന് സൗദി കിരീടാവകാശിയും ആഭ്യന്തരമന്ത്രിയുമായ മുഹമ്മദ് ബിൻ നൈഫ് രാജകുമാരനാണ് വിദേശ എഞ്ചിനീയർമാർക്ക് 3 വർഷത്തെ അനുഭവ പരിചയം വേണമെന്ന് നിർദ്ദേശിച്ചത്. സൗദിയിൽ മൊബൈൽ ഫോൺ മേഖലയിൽ സ്വദേശീവൽക്കരണ പദ്ധതിയുടെ പ്രഥമഘട്ടം നടപ്പാക്കുന്നതിന് 50,000 പേർ തയ്യാറായിട്ടുണ്ടെന്ന് സൗദി സാങ്കേതിക പരിശീലന കോർപ്പറേഷനും സൗദി തൊഴിൽ മന്ത്രാലയവും വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷത്തിനിടെ 28,400 സ്വദേശി യുവതി യുവാക്കൾക്ക് IT, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പഠനവും പരിശീലനവും പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് സൗദി സാങ്കേതിക പരിശീലന കോർപ്പറേഷൻ വ്യക്തമാക്കി. പുറത്തിറങ്ങിയവരിൽ ബഹുഭൂരിഭാഗവും IT, കമ്മ്യൂണിക്കേഷൻസ് മേഖലയിൽ ഡിപ്ലോമ, ബാച്ചലർ ഡിഗ്രി നേടിയവരാണ്. റിയാദിലാണ് ഏറ്റവും കൂടുതൽ പേർ പുറത്തിറങ്ങിയിട്ടുള്ളതെന്ന് കോർപ്പറേഷൻ വക്താവ് വ്യക്തമാക്കി. അതേസമയം സൗദിയുടെ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പുകളിൽ നിന്നും വിദേശ ജീവനക്കാർ ഒഴിഞ്ഞുപോയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടനിലെ ബക്ന്യൂ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നിരവധി ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്ന് അജ്മാനിലെ ക്രോംവെൽ ബ്രിട്ടീഷ് ക്യാമ്പസ് CEO നിസാർ മുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്രോംവെൽ UAEയുടെ പുതിയ ക്യാമ്പസ് അജ്മാനിൽ ആരംഭിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ പ്രസിദ്ധമായ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുമെന്നും കാർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ ഹ്രസ്വകാല കോഴ്സുകൾക്കും ആരംഭം കുറിക്കുമെന്നും നിസാർ മുഹമ്മദ് പറഞ്ഞു. പഠനം പൂർത്തിയാക്കിയ ആളുകൾക്ക് പൊതുസംരംഭം നടത്താൻ 50,000 ദിർഹം വരെ സഹായം നൽകുമെന്നും നിസാർ മുഹമ്മദ് പറഞ്ഞു. ക്രോവെൽ UK കരിയർ കൺസൾട്ടന്റ് നുസ്രസ് തസ്നീം, ബ്രിട്ടീഷ് ക്യാമ്പസ് പ്രതിനിധി മാർക്ക് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളീയരിൽ 18-നും 38-നും ഇടയിൽ പ്രായമുള്ള ആളുകൾ കൂടുതലായും വാർത്തകൾക്ക് ഓൺലൈൻ മാധ്യമങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്ന് ടെലിഗ്രാം.com എന്ന ഓൺലൈൻ മാധ്യമം കൂടുതൽ വിപുലീകരിക്കുമെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകനും ഇന്ത്യൻ ടെലിഗ്രാം.comന്റെ MDയുമായ PK പ്രകാശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പല വാർത്തകളും ആധികാരികതയില്ല എന്ന കാരണത്താൽ സാമ്പ്രദായിക മാധ്യമങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളാണ് ചർച്ചയിലേക്ക് നയിക്കുന്നതെന്നും PK പ്രകാശ് പറഞ്ഞു. ഇന്ത്യൻ ടെലിഗ്രാം.comന്റെ ചെയർമാൻ സലീം കൈപ്പാടം, ഡയറക്ടർ MM സുധീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റമദാനിൽ സ്വകാര്യ മേഖലയിൽ 6 മണിക്കൂറായിരിക്കും ജോലി സമയമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയ വക്താവ് ഖാലിദ് അബാബൽ വ്യക്തമാക്കി. ദിവസത്തിൽ 6 മണിക്കൂറും ആഴ്ചയിൽ
മണിക്കൂറുകളുമായി തൊഴിൽ ഉടമയ്ക്ക് നിശ്ചയിക്കാവുന്നതാണ് എന്ന് തൊഴിൽ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. എല്ലാ തൊഴിലുടമകളും വ്യവസ്ഥ പാലിക്കണമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഗവൺമെന്റിന്റെ മേഖലയിൽ സ്ഥാപനങ്ങളുടെ റമദാനിലെ പ്രവൃത്തി സമയം 6 മണിക്കൂറായിരിക്കുമെന്ന് സൗദി സിവിൽ സർവീസ് മന്ത്രാലയം അറിയിച്ചു. 8 മാസത്തിനിടെ 19,304 ഇഖാമ തൊഴിൽ നിയമ ലംഘകരെ നാടുകടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിവിധ തർഹീലുകൾ കഴിയുന്ന 11,892 നിയമലംഘകരെ നാടുകടത്തുന്ന നടപടികൾ തുടരുകയാണ്. മക്ക പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ പേരെ നാടുകടത്തിയത്. ഇഖാമ തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്തുന്നതിനായുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതേസമയം ഒളിച്ചോടുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് 3 വർഷത്തേക്ക് സൗദിയിൽ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുമെന്ന് സൗദി ജവാസത്ത് അറിയിച്ചു. 2 ദിവസം നീണ്ടുനിന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ സന്ദർശനത്തിൽ 7ഓളം കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കള്ളപ്പണവും തീവ്രവാദ പ്രവർത്തനത്തിനായുള്ള പണമിടപാടുകളും തടയാനും വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം, ആരോഗ്യ, കായിക മേഖലയിലുമായി ഖത്തറിൽ നിക്ഷേപം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന കരാറുകളിലാണ് പ്രധാനമന്ത്രിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും ഒപ്പുവെച്ചത്. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള നിക്ഷേപം ഉറപ്പുവരുത്തുന്ന ധാരണാ കരാറിൽ വിദേശകാര്യ വകുപ്പും ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും ഒപ്പുവെച്ചു. വൈകിട്ട് ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളുടെയും വ്യവസായികളുടെയും യോഗത്തെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ലോകത്ത് പലയിടത്തും സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുമ്പോൾ ഇന്ത്യ 7.8% സാമ്പത്തിക വളർച്ച കൈവരിച്ചിരിക്കുന്നു. ഇത് രാജ്യം വളരെ വേഗത്തിൽ പുരോഗതിയിലേക്ക് നീങ്ങുകയാണ് എന്നതിന്റെ സൂചനയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മിമിക്രി കലാകാരന്മാരുടെ കൂട്ടായ്മ റിയാദ് കലാഭവന്റെ പ്രഥമ കർമ്മ പുരസ്കാരം നസീർ സംക്രാന്തിക്ക് സമ്മാനിച്ചു. അനുകരണ കലയിലൂടെ സാംസ്കാരിക മുന്നേറ്റം ലക്ഷ്യമാക്കി 3 പതിറ്റാണ്ടിൽ ഏറെയായി കേരള സമൂഹത്തിന് നൽകിയ സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. റിയാസ് നർമ്മകലയ്ക്ക് പ്രത്യേക പുരസ്കാരവും സമ്മാനിച്ചു. അൽ റയാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ റഫീഖ് മാനങ്കേരി പുരസ്കാരം നസീർ സംക്രാന്തിക്ക് സമ്മാനിച്ചു. റിയാസ് നർമ്മകലയ്ക്കുള്ള ഉപഹാരം ഡോക്ടർ തമ്പിയും കൈമാറി. അവർ പറയട്ടെ എന്ന നാടകത്തിന്റെ രചയിതാവും സംവിധായകനുമായ ഷാരോൺ ഷെരീഫിനെ ചടങ്ങിൽ ആദരിച്ചു. മിഡിൽ ഈസ്റ്റിലെ വ്യാപാര രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ഡാന്യൂബ് ഫാഷൻ വസ്ത്രങ്ങളുടെ വിപണന രംഗത്തേക്കും ചൂടുവെക്കുന്നു. ഡാന്യൂബിന് കീഴിൽ ട്യൂഡോസ് എന്ന പേരിലുള്ള ഫാഷൻ ഷോപ്പുകൾ യുഎഇയിൽ ആരംഭിച്ചു. ദുബായ് ഷിന്തഗ സിറ്റി സെന്ററിൽ ഉൾപ്പെടെ 6 ഫാഷൻ ഷോപ്പുകളാണ് ആരംഭിച്ചത്. ടർക്കിഷ് ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഓരോ ഷോപ്പുകളിലും ഒരുക്കുന്നത് എന്ന് ഡാന്യൂബ് ഗ്രൂപ്പ് ഡയറക്ടർ ആദിൽ സജൻ അറിയിച്ചു. ഈ വർഷം അവസാനത്തോടെ ഡ്യൂഡോസ് ഷോപ്പുകളുടെ എണ്ണം 10 ഉയർത്തുമെന്ന് ഡ്യൂഡോസ് സിഇഒ യാസർ പറഞ്ഞു. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ബദ റമാദ് ഓഡിറ്റോറിയത്തിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. പ്രസിഡന്റ് നാസർ കാരന്തൂരിന്റെ അധ്യക്ഷതയിൽ ചടങ്ങ് ഉബൈദ് എടവണ്ണ ഉദ്ഘാടനം ചെയ്തു. നജീം കൊച്ചുകലിംഗ ആമുഖ പ്രഭാഷണം നടത്തി. VJ നസീറുദ്ദീൻ പത്രഭാഷ എന്ന വിഷയവും റബീഖ് ദൃശ്യഭാഷ എന്ന വിഷയവും അവതരിപ്പിച്ചു. സദസ്യരുടെ ചോദ്യങ്ങൾക്ക് മാധ്യമം ബ്യൂറോ ചീഫ് ഇനാമുർ റഹ്മാൻ മറുപടി പറഞ്ഞു. കിഡ്നി അസുഖത്തെ തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയ തിരുവനന്തപുരം പാറശാല സ്വദേശിയും അബെക് നവോദയ ഏരിയ കമ്മിറ്റി മെമ്പറുമായ മോഹനൻ ചികിത്സാ സഹായ ഫണ്ട് പാറശാല MLA ഹരീന്ദ്രൻ മോഹനന്റെ കുടുംബത്തിന് കൈമാറി. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നവോദയ അബെക് ഏരിയ കമ്മിറ്റി സ്വരൂപിച്ച സഹായമാണ് മോഹനന്റെ കുടുംബത്തിന് MLA കൈമാറിയത്. ചടങ്ങിൽ പാറശാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജു അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ എംബസിയും പ്രവാസി സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും സഹകരിച്ച് 7 മാസത്തോളം വനിതാ തർഹീൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ വനിതയ്ക്ക് നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങി. ഹൈദരാബാദ് സ്വദേശിനിയായ ഷെയ്ഖ് മുംതാസിനാണ് മോചനം ലഭിച്ചത്. വനിതാ തർഹീലിൽ നവയുഗം സാംസ്കാരിക വേദി ജീവകാരുണ്യ പ്രവർത്തകരായ മഞ്ജു മണിക്കുട്ടന്റെ സഹായം അഭ്യർത്ഥിച്ച മുംതാസിനെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് മഞ്ജു ഔട്ട് പാസ് സംഘടിപ്പിച്ച് നൽകുകയായിരുന്നു. നവോദയ പ്രസിഡന്റ് പവനൻ ഇവർക്കുള്ള വിമാന ടിക്കറ്റ് സ്പോൺസർ ചെയ്തു. നവയുഗം സാംസ്കാരിക വേദി വായനാവേദി കിഴക്കൻ പ്രവിശ്യയിലെ ശ്രദ്ധേയായ എഴുത്തുകാരി ഡോക്ടർ ടെസ്സി റോണിയെ ആദരിച്ചു. നവയുഗം വായനാവേദി കൺവീനർ അരുൺ നൂറനാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരനും ചരിത്രകാരനുമായ P. ഹരീന്ദ്രനാഥ് ഡോക്ടർ ടെസ്സി റോണിക്ക് പുരസ്കാരം കൈമാറി. സൗദിയിലെ ദമാം ആംസ്ഫോർഡ് ആശുപത്രിയിൽ ഡോക്ടറായ ഡോക്ടർ ടെസ്സി റാണി എഴുതിയ മാറുന്ന പ്രപഞ്ചം, നഹീമിയ അലിയുകയാണ് എന്നീ കഥാസമാഹാരങ്ങളും നിലാപക്ഷികൾ എന്ന കവിതാ സമാഹാരവും പ്രസിദ്ധീകൃതമായിട്ടുണ്ട്.
KPCC നിർവാഹക സമിതിയിൽ VM സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നാവശ്യപ്പെട്ട് എ ഗ്രൂപ്പിന്റെ രൂക്ഷ വിമർശനം. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകില്ലെന്നും മദ്യനയം പ്രായോഗികമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയത് എന്നും കെ ബാബു പറഞ്ഞു. വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ സുധീരൻ തയ്യാറായില്ല. പരാതികൾ പരിശോധിക്കാൻ 4 മേഖലാ സമിതികൾ രൂപീകരിച്ചു. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടണമെന്ന് AK ആന്റണിയും പ്രതികരിച്ചു. VM സുധീരനെ ലക്ഷ്യമിട്ട് MM ഹസൻ തുടങ്ങിവച്ച നേതൃമാറ്റ ആവശ്യം മറ്റ് എ ഗ്രൂപ്പ് നേതാക്കളും ആവർത്തിച്ചു. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നു മാറി. സമാനമായ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിനുണ്ടെന്ന് കെ ബാബു തുറന്നടിച്ചു. KPCCയിൽ ഉൾപ്പെടെ പുനഃസംഘടനയല്ലാതെ പാർട്ടിയെ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് ശിവദാസൻ നായരും പറഞ്ഞു. വിമർശനങ്ങൾക്ക് സുധീരൻ യോഗത്തിൽ മറുപടി നൽകിയില്ല. മാധ്യമ വാർത്തകൾ വളച്ചൊടിച്ചതാണെന്ന് പുറമെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പറയുന്ന അതാണ് നിങ്ങൾ ഇനി അടുത്തൊരു യോഗത്തിൽ നിങ്ങൾ ആലോചിക്കുന്നത്, നിങ്ങളെ കൂടെ യോഗത്തിൽ ക്ഷണിക്കാൻ ആലോചിക്കുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം വെറുതെ നിങ്ങൾ കൺഫ്യൂഷനിലാവും, ഒരുപാട് പേര് കൺഫ്യൂഷനാവുന്നുണ്ട്. ഇന്ന് അങ്ങനെ നിർദ്ദേശം വന്നിരുന്നു. ഇന്ന് സംസാരിച്ച പലരും പറഞ്ഞു ഏറ്റവും നല്ലത് മാധ്യമ പ്രവർത്തകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഫാക്ച്വൽ പൊസിഷനല്ലേ വരുള്ളൂ. ഇത് ആവശ്യമില്ലാതെ നിങ്ങളും കൺഫ്യൂഷനാവുന്നു. ഈ ചാനൽ കടന്ന് അല്ലെങ്കിൽ മറ്റേ വാർത്തകൾ വരുന്ന ആളുകളാണെങ്കിൽ വളരെ വളരെ തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മദ്യനയം അപ്രായോഗികമാണെന്ന് അറിയാമായിരുന്നുവെന്ന് മുൻ എക്സൈസ് മന്ത്രി കൂടിയായ കെ ബാബു യോഗത്തിൽ കുമ്പസാരം നടത്തി. മദ്യലോബിയുടെ ആളാക്കി മുൾമുനയിൽ നിർത്തിയാണ് നയം അടിച്ചേൽപ്പിച്ചത്. അപ്രായോഗികമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നയം പ്രഖ്യാപിച്ചതെന്നും ബാബു സുധീരന്റെ പേര് പറയാതെ വിമർശിച്ചു. KPCC അധ്യക്ഷനെ മാറ്റണമെന്ന എ ഗ്രൂപ്പിന്റെ പൊതുവികാരവും രൂക്ഷ വിമർശനങ്ങളും ചർച്ചകളിൽ വന്നെങ്കിലും സുധീരൻ പ്രതികരിച്ചിട്ടില്ല. ചർച്ചകളിൽ വന്ന പരാതികൾ പരിശോധിക്കാൻ 4 മേഖലാ സമിതികളെ നിയോഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി ദൃശ്യമായതിനാൽ റമദാൻ വ്രതാരംഭത്തിന് നാളെ തുടക്കമാകും. നാളെ റമദാൻ 1 ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതത്തിനാണ് നാളെ തുടക്കം കുറിക്കുക. റമസാൻ മാസപ്പിറവിയുടെ വരവറിയിച്ച് ചന്ദ്രക്കല മാനത്ത് തെളിഞ്ഞു. ഇനി വരാനിരിക്കുന്ന 1 മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യദിനങ്ങൾ. കോഴിക്കോട് മാസപ്പിറവി കണ്ടതിനാൽ നാളെ റമസാൻ 1 ആയിരിക്കുമെന്ന് കോഴിക്കോട് മുഖ്യ ഖാസി ഇമ്പിച്ച് അഹമ്മദ് അറിയിച്ചു. റമസാൻ മാസപ്പിറവി കണ്ടതിനാൽ വ്രതാരംഭത്തിന് നാളെ തുടക്കമാകുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും തിരുവനന്തപുരം പാളയം ഇമാം മൗലവി സുഹൈബ് VPയും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും അറിയിച്ചു. മനസ്സും ശരീരവും വിശ്വാസികൾ അള്ളാഹുവിൽ സമർപ്പിച്ച് 1 മാസക്കാലം സുബഹി നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഭക്ഷണം ഉപേക്ഷിക്കും. വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നടക്കും. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഉൾക്കൊണ്ട് വിശ്വാസികൾ ദാനധർമ്മങ്ങൾ നടത്തുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ. അവസാന 10ലെ ലൈലത്തുൽ ഖദർ പുണ്യദിനമായാണ് കണക്കാക്കുന്നത്. 1 മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവിയുടെ വരവറിയിച്ച് മാനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാൻ ദിനങ്ങളാണ് ഇത്തവണ വിശ്വാസികളെ കാത്തിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി മുൻ മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അറിവോടെ എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. സ്വകാര്യ ആശുപത്രിയുടെ മറവിൽ ഏക്കർ കണക്കിന് വയലുകൾ നികത്താൻ ശ്രമിച്ചതുൾപ്പെടെ നിരവധി ക്രമക്കേടുകളാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്നത്. അതേസമയം മെഡിക്കൽ കോളേജിന് വേണ്ടി നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഐസക്കിന്റെയും ശൈലജ ടീച്ചറിന്റെയും പ്രസ്താവന കാര്യങ്ങൾ പഠിക്കാതെയാണെന്നും രമേശ് ചെന്നിത്തല. ഹരിപ്പാട് സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ മറവിൽ ഏക്കർ കണക്കിന് നിലനികത്താനുള്ള നീക്കമാണ് വിവാദമായിരിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കുന്ന മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നതായും മുൻ ആഭ്യന്തരമന്ത്രിയുടെ അറിവോടെയാണ് ഇത് നടക്കുന്നതെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ആർക്ക് നോക്കിയാലും തെറ്റല്ലേ ഇത്? എന്താ രമേശ് അറിയില്ലേ? ഞാനൊന്നും അറിഞ്ഞല്ലേ രാമനാരായണ, പിന്നെന്തോ പുള്ളിയുടെ ജോലിയോടെ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അത് ചെയ്തതെന്ന് ഞാൻ ആരോപിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്തതാണെന്നോ അദ്ദേഹത്തിന്റെ പേര് കേസൊന്നും അല്ല, ഞങ്ങൾ അതൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് അറിയാതെ വീഴ്ചയോടെ പറഞ്ഞത് എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇവ എഞ്ചിനീയർമാർ കുടുങ്ങും, അത്രയേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാർ കുടുങ്ങും. 300 കോടി രൂപ മുടക്കി നബാർഡിന്റെ സഹായത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിക്ക് പണം അനുവദിക്കുന്നതിനെക്കുറിച്ച് പുനഃപരിശോധിക്കണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിക്ക് സർക്കാർ എന്തിനു പണം നൽകണമെന്നും ധനമന്ത്രി ചോദിച്ചു. ഏക്കർ കണക്കിന് വയൽ നികത്താനുള്ള നീക്കം പുനഃപരിശോധിക്കാൻ റവന്യൂ വകുപ്പും ഉത്തരവിട്ടിരിക്കുകയാണ്. 2015 മെയ്യിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
വികസനത്തിനു വേണ്ടി പരിസ്ഥിതിയെയും പരിസ്ഥിതിക്ക് വേണ്ടി വികസനത്തെയും മുരടിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഖനനം പൊതുമേഖലയിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് യോജിക്കുന്നതായി ചടങ്ങിൽ പങ്കെടുത്ത കെ മുരളീധരൻ MLA പറഞ്ഞു. തിരുവനന്തപുരത്ത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ പരിസ്ഥിതി നയം വ്യക്തമാക്കിയത്. നമ്മുടെ നാട്ടിൽ വികസനത്തിനു വേണ്ടി പരിസ്ഥിതിയുടെ കഥ കഴിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. പരിസ്ഥിതിക്ക് വേണ്ടി വികസനം തടയുന്ന നില ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരു സന്തുലിത സമീപനമാണ് നാം നിലനിർത്തേണ്ടത്. എങ്കിലേ പുതിയ കാലത്തിനൊത്ത് നമുക്ക് സഞ്ചരിക്കാനാവും. പൊതു ഉടമസ്ഥതയിൽ മാത്രമേ ഖനനം അനുവദിക്കുകയുള്ളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഖനനം പൊതു ഉടമസ്ഥതയിലാകണമെന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് LDF ഗവൺമെന്റ് ഉറച്ചു നിൽക്കുന്നത്. വന്യജീവികളുടെ സംരക്ഷണത്തിനൊപ്പം അവരിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുന്നതിനും തുല്യ പ്രാധാന്യം നൽകുമെന്നും പിണറായി പറഞ്ഞു. അന്ധവും തീവ്രവും അശാസ്ത്രീയവുമായ പരിസ്ഥിതി മൗലികവാദ നിലപാടുകൾ നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി വിഷയങ്ങളിൽ നിയമം കർശനമാക്കണമെന്നും പിണറായി വിജയൻ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം അതിരപ്പള്ളി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ചടങ്ങിൽ കെ മുരളീധരൻ MLA രംഗത്തെത്തി. അതിരപ്പള്ളിയുടെ കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ സ്വാഗതം ചെയ്യുന്നാൽ ഞാനും കുറച്ചു കാലം ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം, ആവശ്യത്തിന് പകുതി മാത്രം ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ വില കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പരിസ്ഥിതി സംരക്ഷണമെന്നാൽ വികസനം തടയലല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി എൻട്രി വിത്ത് ലവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. I pledge to protect. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പത്മശ്രീ ഭരത് മമ്മൂട്ടി ഭൂമിയുടെ നന്മയ്ക്കായി പ്രതിജ്ഞാവാചകം കുരുന്നുകൾക്ക് ചൊല്ലിക്കൊടുത്തത്. ഇടുക്കി കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടി പുതുതലമുറയ്ക്ക് പരിസ്ഥിതി സ്നേഹത്തിലേക്കുള്ള വഴികാട്ടിയായി. പേപ്പറിൽ തീർത്ത പേനയിൽ നിന്നും കുട്ടികളെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിനായും നന്മയുടെ നാളേക്കായും കൈപിടിച്ചുയർത്തുന്ന എൻട്രി പദ്ധതിയും വിത്ത് ലവ് എന്ന പേരിൽ മരങ്ങൾ നട്ടുവളർത്താനുള്ള പദ്ധതിക്കും മഹാനടൻ മമ്മൂട്ടി കുരുന്നുകളെ സാക്ഷിയാക്കി തുടക്കം കുറിച്ചു. ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ നട്ടത് അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഈ കൊല്ലം വീണ്ടും മരം നടുന്നത്. കഴിഞ്ഞ കൊല്ലം നട്ട മരം അന്നത്തോട് പോയി. ഇക്കൊല്ലം അതേ സ്ഥലത്ത് വീണ്ടും അടുത്ത കൊല്ലവും അതേ സ്ഥലത്ത് മരം നടുന്ന അവസ്ഥയുണ്ടാവരുത്. ഒരു സ്ഥലത്ത് ഒരു മരമേ നടാവൂ. ആ മരത്തിനെ സംരക്ഷിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയപ്പെടുന്ന പേപ്പർ പേനയുടെ അറ്റത്ത് പൊതിഞ്ഞുവെക്കുന്ന അഗസ്ത്യമര വിത്ത് ഭൂമിയിൽ വളർന്ന് വരും തലമുറയ്ക്ക് ഭൂമിയുടെ പച്ചപ്പ് കാണിച്ചു നൽകും എന്നതാണ് വിത്ത് ലവിലൂടെ സംഘാടക ലക്ഷ്മി എൻ മേനോൻ കാട്ടിത്തരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലബാർ ഡെവലപ്പേഴ്സും ജൈവ കാർഷിക സംരംഭമായ ഗ്രീൻ തമ്പും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും നടത്തി. മലബാർ ഡെവലപ്പേഴ്സിന്റെ പാർപ്പിട സമുച്ചയമായ സിൽവർ ലിൻഡനിൽ വൃക്ഷത്തൈ നട്ട് മുൻ മന്ത്രി MK മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, O അഷർ, സിയാത്ത് EA, ഷെറീന അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുഴുവൻ ഷോറൂമുകളിലും ഉപഭോക്താക്കൾക്ക് ജൈവ പച്ചക്കറി വിത്തുകളും ഗ്രോ ബാഗുകളും വിതരണം ചെയ്തു. മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വികസന പദ്ധതികളാണ് കുന്നമംഗലം MLA PT റഹീം ആദ്യ ലക്ഷ്യമിടുന്നത്. ഭരണാനുമതി നേടിയെടുത്ത പല പദ്ധതികളും തുടർന്നുള്ള വർഷങ്ങളിൽ പൂർത്തീകരിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് MLA. വികസന പ്രവർത്തനങ്ങൾക്കായി ആസ്തി വികസന ഫണ്ടിൽ മുഴുവനും ഭരണാനുമതി നേടിയെടുക്കാൻ PT റഹീം MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ വികസനം കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് പോയ വർഷങ്ങളിൽ വിഭാവനം ചെയ്തത്. ഇത്തവണ ഭരണപക്ഷ MLA എന്ന നിലയിൽ ബജറ്റിന്റെ ആനുകൂല്യം കൂടി മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്താനാകുമെന്ന കണക്കുകൂട്ടലാണ് കുന്നമംഗലം MLA PT റഹീം. ഇനി ഭരണപക്ഷത്താകുമ്പോൾ ബഡ്ജറ്റിന്റെ ഒരു സപ്പോർട്ട് കൂടി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യം ഗവൺമെൻറ് അംഗീകാരം തരാതെ പോയ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, രാഗാസ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പ്രൊജക്റ്റ്. സർക്കാരിന് അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. അനുമതി കിട്ടാതെയാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. രാഗാസ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഉള്ളത്.
ഒരു കാലത്ത് കേരളത്തിന്റെ തന്നെ വ്യവസായ ആസ്ഥാനമായ മാവൂർ ഗോളിയോ റയോൺസ് ഫാക്ടറിയുടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നിയമനിർമ്മാണത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് MLAയുടെ വികസന കാഴ്ചപ്പാടുകളിൽ മറ്റൊന്ന്. കൂടെ മണ്ഡലത്തിന്റെ സമഗ്ര വികസനവും. ഇത്തവണ ഭരണപക്ഷ MLA എന്ന നിലയിൽ മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് PT റഹീം MLA വിഭാവനം ചെയ്യുന്നത്. ഇതിനായി ബജറ്റിന്റെ ആനുകൂല്യവും MLA പ്രതീക്ഷിക്കുന്നുണ്ട്. കുന്നമംഗലം മണ്ഡലം ഇക്ബാൽ വട്ടകുളത്തിനൊപ്പം വിനിഷ വൃന്ദാവൻ. ജിഷ വധക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിലെ കൊലപാതകം നടന്ന വീട് സന്ദർശിച്ചു. ജിഷയുടെ അമ്മ രാജേശ്വരിയെ കണ്ട DGP കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അന്വേഷണം മാജിക് അല്ലെന്ന് പറഞ്ഞ DGP പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കി. പെരുമ്പാവൂർ സന്ദർശനത്തിന് ശേഷം ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ DGP അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി. രാവിലെ 8 മണിയോടെയാണ് DGP ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിൽ ജിഷയുടെ കൊലപാതകം നടന്ന വീട്ടിലെത്തിയത്. വീടിനകത്തും പരിസര പ്രദേശങ്ങളിലും DGP വിശദ പരിശോധന നടത്തി. അന്വേഷണം മാജിക് അല്ലെന്ന് DGP പറഞ്ഞു. ചില കേസ് 24 മണിക്കൂറിനുള്ളിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ മറ്റു ചിലത് 1 വർഷമെടുത്തേക്കും. പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യുമെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് ഡിറ്റക്ട് ആയ ശേഷം മാത്രം അതൊന്നും എന്താ ക്രൂഷ്യൽ ഇമ്പോർട്ടൻ്റ് അങ്ങ് പറയാം. ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഞങ്ങൾ പ്ലീസ് ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഒരു ഫോക്കസ്ഡ് രീതിയിൽ ഞങ്ങൾ നോക്കാം. സോ അതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. സോ ഞാൻ വന്നു. സി മാഡം, വൺ തിങ് ഇസ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് മാജിക്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു സാങ്കേതിക ഒരു സയൻറ്റിഫിക് രീതിയിൽ കൊണ്ടുപോകണം. സോ എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ഒരു കേസിന് നമ്മൾ 24 hours ഡിറ്റക്ട് ചെയ്യാം. ഒരു കേസിന് 1 വർഷം പോലെ പിടിക്കും. പക്ഷേ ഞങ്ങൾ പിന്നെ ഈ കേസ് പെട്ടെന്ന് തെളിയിക്കാം. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെത്തി DGP ജിഷയുടെ അമ്മ രാജേശ്വരിയെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് DGP കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പിന്നീട് ആലുവ പോലീസ് ക്ലബ്ബിലെത്തിയ DGP ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി. കേസിന് മേൽനോട്ടം വഹിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെയാണ് DGP ലോക്നാഥ് ബെഹ്റ കൊച്ചിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.